ആകയാൽ ദൈവമക്കളെ, നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ ഒന്നൊന്നായി നിറവേറി. മശിഹായുടെ ജനനം, മശിഹായുടെ ശുശ്രൂഷ, മശിഹായുടെ പീഡനം, മശിഹായുടെ ക്രൂശ് മരണം, മശിഹായുടെ പാതാള സന്ദർശനം. ഇനി അനന്ത നിത്യതയിലേക്ക് നമ്മുടെ യേശു പോയി. യേശു ഭൂമിയിലെ പരിപാടികളെല്ലാം തീർത്ത് സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മൂപ്പന്മാരുണ്ട്. അവർ സിംഹാസനമൊക്കെ വിട്ട് താഴെ ഇറങ്ങി അവർ തമ്മിൽ പാടുന്ന ഒരു പാട്ട് സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. അവരിങ്ങനെ പറയുന്ന, പണ്ടേ ഉള്ള വാതിലുകളെ ഉണർന്നിരുപ്പി, മഹത്വത്തിന്റെ രാജാവ് വരുന്നു. അടുത്ത ഭാഗം, മഹത്വത്തിന്റെ രാജാവാരെ, വീരനായ ദൈവം തന്നെ. സാത്താനെ തകർത്തുടച്ച് പാതാള ഗോപുരങ്ങളെ തകർത്ത് പാതാളത്തിന്റെ അധീനതയിൽ കിടന്ന പഴയ നിയമ ഭക്തന്മാരെ പിടിച്ച് ഉയരത്തിൽ കയറി ചെല്ലുന്ന മശിഹായുടെ സ്വർഗാരോഹണത്തെ കണ്ടിട്ട് സ്വർഗീയ ദൂതന്മാർ ആർത്തുപാടി, മഹത്വത്തിന്റെ രാജാവ് വരുന്നു, അവൻ വീരനായ ദൈവമോൻ. സ്വർഗത്തിലേക്ക് നമ്മുടെ യേശു ചെന്നു. യേശു സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ പിതാവ് യേശുവിന് രണ്ട് പ്രധാന സ്ഥാനം കൊടുത്തു. രണ്ട് പ്രധാനമായ സ്ഥാനം യേശുവിന് കൊടുക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ സ്ഥാനം രാജ്യത്വമാണ്. നമ്മുടെ കർത്താവായ യേശു രാജ്യത്വം പ്രാപിച്ചു. സിയോനിൽ രാജാവാണ്. സാദൃശ്യമാണോ? 2-ാം സങ്കീർത്തനത്തിലുണ്ട്. സങ്കീർത്തനം 2-ൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ എന്റെ രാജാവിനെ സിയോനിൽ വാഴിച്ചിരിക്കുന്നു. എത്ര വർഷം കഴിഞ്ഞാണ് യേശു മടങ്ങി ചെന്ന് സിയോനിൽ രാജാവായി. പിന്നെ നമ്മുടെ യേശു അവിടെ ചെന്നിട്ട് പൗരോഹിത്യമേറ്റു. ഭൂമിയിലാണ് പുരോഹിതനാകത്തില്ല. കാര്യം, ജന്മം കൊണ്ട് താനൊരു യഹൂദനാണ്. ലേവ്യന് മാത്രമേ പൗരോഹിത്യം അനുവദിച്ചുള്ളൂ. സ്വർഗത്തിലേക്ക് നമ്മുടെ മശിഹാ ചെല്ലുമ്പോൾ നമ്മുടെ പരിശുദ്ധ പിതാവ് തനിക്ക് പൗരോഹിത്യം കൊടുത്തു. സംഭവം യാദൃശ്യമാണോ? സങ്കീർത്തനക്കാരൻ പാടിയിരിക്കുകയാണ്, മൽക്കിസദേക്കിന്റെ ക്രമത്തിൽ അവൻ എന്നേക്കും പുരോഹിതനായി. അത് ഭൂമിയിൽ സംഭവിച്ച സംഭവമല്ല. അനന്തനിത്യതയുടെ കവാടം തുറന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിച്ച നമ്മുടെ മശിഹാ തമ്പുരാൻ സിയോനിൽ രാജാവായി തീരുമ്പോൾ ദാവീദിന്റെ പ്രവചനത്തിന് വരി നിവർത്തിയായി നമ്മുടെ മശിഹാ തമ്പുരാൻ അനന്തനിത്യതയിലെ അതിവിശുദ്ധ സ്ഥലമായ സിയോനിലേക്ക് വിശുദ്ധ സഭയ്ക്ക് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് നൽകുവാൻ തന്റെ പരിശുദ്ധരേറ്റവുമായി പോകുമ്പോൾ ദാവീദിന്റെ പ്രവചനം നിറവേറി. അവൻ മൽക്കിസദേക്കിന്റെ ക്രമത്തിൽ എന്നേക്കും പുരോഹിതനായി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ 1000-ഓളം പ്രവചനത്തെ 6 ഭാഗമായി തിരിച്ചതിൽ ഒന്നാമത്തെ ഭാഗം യേശുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. മറ്റു സംഭവങ്ങളൊന്നും അധികം കേൾക്കണമെന്നില്ല ദൈവമക്കളെ. കാര്യം ആ കാലഘട്ടത്തിലും നമ്മളില്ല. യേശു വരും. കൃപയാലും കരുണയാലും വിശ്വസ്തതയാലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താലും നമ്മൾ യേശുവിനോടുകൂടെ സ്വർഗത്തിൽ പോകും. ഇവിടെ പിന്നെ അന്തിക്രിസ്തു ഭരിക്കുകയോ അവന്റെ അമ്മായിപ്പം ഭരിക്കുകയോ ചെയ്താലും നമുക്കിവിടെ ടെൻഷൻ. ഞാൻ അവ കാര്യങ്ങളിൽ വലിയ ആഴമൊന്നും കൊടുക്കത്തില്ല. എനിക്ക് വാദോരാതെ പറയാൻ ഒന്നേ ഉള്ളൂ, അതെന്റെ കർത്താവായ യേശുവാണ്. യേശു വരും, യേശു വരും. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത പ്രവചനത്തിൽ പറഞ്ഞു, എന്റെ യേശു വരും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ യേശു വരും ദൈവമക്കളെ. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇപ്പോൾ 54 കൂട്ടം പ്രവചനങ്ങളുടെ നിര പറഞ്ഞു. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചെന്ന് അറിഞ്ഞുകൂടാ. എല്ലാം ശ്രദ്ധിക്കാതിരുന്നു, എന്നാൽ അത്യാവശ്യമുള്ള ശ്രദ്ധിക്കണമേ. 54ഓളം പ്രവചനം മശിഹായിൽ നിവർത്തിക്കപ്പെട്ടു. അങ്ങനാണെങ്കിൽ ഇനിയും കുറെ പ്രവചനം നിവർത്തിക്കാനുണ്ട്. എന്തൊക്കെയാണ് ഈ പ്രവചനം നിവർത്തിക്കാനുള്ളത് നമുക്ക് നോക്കാം. മശിഹായെ കുറിച്ചുള്ള പ്രവചന നിവർത്തിയുടെ അടുത്ത വശം ഏതാണ്? അത് നമ്മൾ നോക്കുമ്പോൾ യേശുവിന്റെ മടങ്ങിവരവാണ്. യേശു മടങ്ങി വരും. പ്രവാചകന്മാരൊക്കെ പ്രവചിച്ചു. മശിഹാ ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് പ്രവാചകനായ യേശയ്യാ പറഞ്ഞു, സിയോൻ പുത്രിയേ, നിന്റെ രക്ഷ വരുന്നു, കൂലിയും പ്രതിഫലവും അവന്റെ പക്കലുണ്ട്. പ്രവചനം നിറവേറും. യേശു ജനിക്കുമെന്ന് യേശയ്യാ പ്രവചിച്ചു, അത് നിറവേറി. യേശു അടിയേൽക്കുമെന്ന് യേശയ്യാ പ്രവചിച്ചു, അത് നിറവേറി. യേശു പാതാളത്തിൽ പോകുമെന്ന് ദാവീദ് പ്രവചിച്ചു, നിറവേറി. യേശുവിനെ യൂദാ ഒറ്റിക്കൊടുക്കുന്ന സക്കറിയാവ് പ്രവചിച്ചു, നിറവേറി. യേശുവിന്റെ വസ്ത്രം പകുത്തെടുക്കുമെന്ന് ദാവീദ് പ്രവചിച്ചു, അത് നിറവേറി. നിശ്ചയം. എന്നാൽ ശേഷമുള്ളത് നിറവേറും. യേശു മടങ്ങി വരും. യെശയ്യാ പറയുകയാണ്, സിയോൻ പുത്രിയെ, നിന്റെ രക്ഷ വരുമ്പോൾ അവന്റെ പക്കൽ കൂലിയും പ്രതിഫലമുണ്ട്. നമ്മുടെ അരുമനാഥൻ തന്റെ അന്തിമ നിമിഷത്തിൽ പറഞ്ഞ ചില വാക്കുകളുണ്ട്.
യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ വരുമ്പോൾ മനസാക്ഷിയുള്ള ഏതൊരു ദൈവഭക്തന്റെ ഉള്ള ഒരുങ്ങിപ്പോകും. കരഞ്ഞു കലങ്ങിയ മനസ്സോടെ രക്ഷകന്റെ മുഖത്ത് ശിഷ്യന്മാർ നോക്കി. ഈ ഭൂമിയിലെയും നിത്യതയിലും അനേക മനോഹരത്വം മശിഹ അവരെ പറഞ്ഞു കേൾപ്പിച്ചു. മശിഹ സ്വർഗാരോഹണം ചെയ്യാൻ പോകുകയാണ്. തങ്ങളുടെ ഗുരുവും നല്ലവനുമായ യേശു സ്വർഗത്തിൽ പോകുകയാണോ? യോഹന്നാന്റെ സുവിശേഷം 13 തുടങ്ങി 19 വരെയുള്ള അധ്യായം നമ്മുടെ യേശുവിന്റെ അവസാന വാക്കുകളാണ്. അന്തിമാത്താഴത്തിന് ശേഷം മശിഹ പറഞ്ഞ വാക്കുകളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ യേശു പറയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം, നിങ്ങൾ എന്റെ പിതാവിലും വിശ്വസിക്കണം. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കിയ ശേഷം വീണ്ടും മടങ്ങി വരും. അതൊരു പ്രവചനമല്ല, അതൊരു വാഗ്ദത്തമാണ് ദൈവമക്കളെ. യേശു പറഞ്ഞത് പ്രവചനമല്ല, പകരം യേശു നമുക്ക് നൽകിയ വാഗ്ദത്തമാണ്. എന്നാൽ ആത്മാവ് യോഹന്നാനോട് പറഞ്ഞു, വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ ആത്മാവ് ഇങ്ങനെ പറഞ്ഞു, ഇതോ ഞാൻ വേഗം വരുന്നു. നീതിമാനിനെയും അധികം നീതി ചെയ്യട്ടെ, വിശുദ്ധനിനെയും തന്നെത്താൻ അധികം വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ യേശു മടങ്ങി വരും. പ്രവചന വാക്കായ വെളിപ്പാട് പുസ്തകം 22-12 പെട്ടെന്ന് വായിച്ച, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്ക. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ എന്റെ വാക്കലുണ്ട്. വിശുദ്ധ ബൈബിള് മശിഹായെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പ്രവചനം 54 പ്രവചനം നിറവേറിയെങ്കിൽ ശേഷിപ്പുള്ള പ്രവചനം നിറവേറും. നമ്മുടെ മശിഹ എത്രയും വേഗം മടങ്ങി വരും. എപ്പോൾ മടങ്ങി വരുമെന്നൊരു ചോദ്യമുണ്ട്. ചോദ്യത്തിന് ബൈബിൾ വ്യക്തമായ 3 വാക്കുകളാണ് മറുപടി പറയുന്നത്. യേശു എപ്പോൾ വരും? ഒന്ന്, പിതാവ് അനുവദിക്കുമ്പോൾ. ഒരിക്കൽ ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു എപ്പോഴാണ് അങ്ങ് വരുന്നത്? സ്നേഹത്തിന്റെ ആധിക്യ നിമിത്തം ആ സംഭവം തുറന്നു പറയുമെന്നുള്ള അറിവോടുകൂടിയാണ് ശിഷ്യന്മാർ ചോദിച്ചെങ്കിലും യേശു പറഞ്ഞു, അതെന്റെ പിതാവ് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. നീതിയുള്ള പരിശുദ്ധ പിതാവിന്റെ അനുമതി എപ്പോൾ ലഭിക്കുമോ അപ്പോൾ മശിഹ വിശുദ്ധ സഭയെ ചേർക്കുവാൻ മടങ്ങി വരും. 2, യേശു എപ്പോൾ വരും? അനന്ത നിത്യതയിൽ വീണ്ടെടുക്കപ്പെട്ട സഭയ്ക്കായുള്ള നിവാസത്തിന്റെ പണി പൂർത്തീകരിക്കുമ്പോൾ യേശു മടങ്ങി വരും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ വായിച്ചു കേട്ടത് അങ്ങനല്ലേ? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം, നിങ്ങൾ എന്റെ പിതാവിലും വിശ്വസിക്കണം. എന്റെ പിതാവിന്റെ ഭവനത്തില് അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരു വാസസ്ഥലം ഒരുക്കിയ ശേഷം വീണ്ടും മടങ്ങി വരും. എപ്പോൾ യേശു വരും? സ്വർഗത്തിലെ വാസസ്ഥലത്തിന്റെ പണി തീരുമ്പോൾ. 3-മത് യേശു എപ്പോൾ വരുമെന്നൊരു ചോദ്യമുണ്ട്. 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരിൽ അഗ്രഗണ്യനായ വിശുദ്ധ പത്രോസ് പെന്തക്കോസ്ത് നാളിൽ ഓടിക്കൂടിയ പുരുഷാരത്തോട് പറയാണ്, സഹോദരന്മാരെ, ലോകാരംഭം തുടങ്ങി വിശുദ്ധ പ്രവാചകന്മാർ ആത്മാവിൽ പ്രവചിച്ച പ്രവചനമൊക്കെ നിവർത്തിയാകോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകും. അപ്പോൾ യേശു എപ്പോൾ വരും? യേശു വരുമെന്നുള്ളത് സത്യം. കാര്യം അത് പ്രവാചകന്റെ വാക്കാണ്, യേശുവിന്റെ വാഗ്ദത്തമാണ്, ആത്മാവ് സഭയ്ക്ക് കൊടുത്ത സന്ദേശമാണ്, നിവർത്തിക്കപ്പെടും. യേശു മടങ്ങി വരും. ദൈവമക്കളെ, മടങ്ങി വരുന്നത് എപ്പോൾ? 3 കാര്യങ്ങളാണ്. ഒന്ന്, പ്രവാചകൻ പറഞ്ഞ പ്രവചനമൊക്കെ നിറവേറണം. നമ്മൾ ഈ വേദപുസ്തകം എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും, എത്ര ആഴങ്ങൾ പഠിച്ചെന്ന് പറഞ്ഞാലും, മഹാസമുദ്രത്തിലെ പസഫിക്കിലെ ആ വെള്ളം ഒരു സ്പൂണിന് കോരി കുടിക്കുന്ന പോലുള്ള ഇതേ ഉള്ളൂ. നമ്മൾ 1000 വർഷം തിരുവെഴുത്ത് പഠിച്ചാലും ഇതിന്റെ ഒരു അംശം പോലും നമുക്ക് മനസ്സിലാക്കാൻ ഒക്കത്തില്ല. കാര്യം അത്രമാത്രം ആഴമേറിയ സത്യങ്ങളാണ് ഇതിൽ കൊള്ളുന്നത്. ചില പ്രവചനമൊക്കെ എടുത്ത് നമ്മൾ നോക്കിയാൽ അതിന് 3 ദിശകൾ കാണും. ഒരേ പ്രവചനത്തിന് 3 ദിശകൾ. ചേട്ടാ, ഇതെന്താ നമ്മൾ ചിന്തിച്ചു പോകും. ഒരു ദിവസം പ്രവാചകൻ യാക്കോബ് പറയാണ്, യാക്കോബേ, നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവം, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ ശക്തീകരിക്കാം, എന്റെ നീതിയുടെ കരം കൊണ്ട് താങ്ങാം. അത് അക്ഷരീയമായി പറഞ്ഞത് യാക്കോബിനോട് അല്ലെ ഇസ്രായേലിനോടാണ്. എന്നാൽ ആത്മീയമായി പറയുമ്പോൾ, പ്രവചന അടിസ്ഥാനത്തിൽ പറയുമ്പോൾ, അത് നമ്മുടെ കർത്താവായ യേശുവിന്റെ ഗെത്സമനിയിലുള്ള ദുരിതത്തിൽ യേശുവിനോട് പറഞ്ഞതാണ്. ആത്മീയ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ കൃപായിക വിശുദ്ധന്മാരെ നമ്മുടെ വേദനപ്പെട്ട നാളുകളിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറഞ്ഞതാണ്. അപ്പോൾ പ്രവചനം ഒരേ ഒരു വരിയാണെങ്കിലും അത് 3 ദിശകളിൽ നിന്നാണ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യേശുവിനെ കുറിച്ചുള്ള പ്രവചനം ഏറിയ ഭാഗം നിവർത്തിക്കപ്പെട്ടു. ശേഷമുള്ളത് യേശു എപ്പോൾ വരും.
ബൈബിൾ വ്യക്തമായി പറഞ്ഞു, പിതാവ് അനുവദിക്കണം. നമുക്കിടയിൽ ഒരു പാട്ടുണ്ട്, ആമീൻ കർത്താവായ യേശുവേ വേഗം വരണമെന്നല്ലേ. ആമീൻ യേശുവേ വരണമേ. എത്രയോ ഭക്തന്മാർ വരുമെന്ന് പ്രതീക്ഷിച്ചു. 1-ാം നൂറ്റാണ്ടിൽ പൗലോസൊക്കെ ചിന്തിച്ചത് അദ്ദേഹത്തിന്റെ കാലത്ത് വരുമെന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത്, പിന്നെ നാം എല്ലാവരും അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും, നിങ്ങളെന്നല്ല. അപ്പൊ അദ്ദേഹം ചിന്തിച്ചു അദ്ദേഹത്തിന്റെ കാലത്ത് വരും. നമ്മുടെ ആരംഭ നാളുകളിൽ എത്രയോ വിശുദ്ധന്മാർ യേശു വന്ന് അവർ കണ്ണുകൊണ്ട് കാണുമെന്ന് വിശ്വസിച്ചു. കോട്ടയത്ത് വർഷങ്ങൾക്ക് മുൻപ് ഒരു ദിനത്തിങ്കൽ ആ ദൈവത്തിന്റെ ഒരു ദൂതെന്ന വണ്ണം ഭിത്തിമേൽ എഴുതപ്പെട്ടു, ഇതാ ഞാൻ വേഗം വരുന്നു. അയ്യോ, ക്രൈസ്തവ സമൂഹത്തിനിടയിൽ എത്രയോ പേർക്ക് ആ സന്ദേശം കിട്ടി, യേശു വരുന്നു. യേശു എന്തുകൊണ്ട് വരാൻ താമസിക്കുന്നു? വേദപുസ്തകം വ്യക്തമായി പറയാണ്, 3 കാര്യങ്ങൾ നിവർത്തിക്കപ്പെടാൻ. 1, പിതാവ് അനുവദിക്കണം. നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചു മുട്ടേ നിന്ന് കൈവക്കി യേശുവേ ഇങ്ങോട്ട് വന്നാട്ടെ എന്ന് പറഞ്ഞാലും പിതാവ് അനുവദിച്ചിട്ടേ വരത്തുള്ളൂ. ആ നാഴികയും നാളും എന്റെ പിതാവിനെ അറിയത്തുള്ളൂ. പിതാവ് ഒരു ദിവസം പറയും, നീ മടങ്ങിപ്പോയി നിന്റെ പരിശുദ്ധ നടത്താൽ വീണ്ടെടുക്കപ്പെട്ട നിന്റെ വിശുദ്ധകാന്തയെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞ് പിതാവിന്റെ ഭവനത്തിൽ നിന്ന് മശിഹായെ അനുവദിക്കുമ്പോഴേ മശിഹാ വരത്തുള്ളൂ. രണ്ടാമതൊരു വിഷയമുണ്ട്, അനന്തനിത്യയിൽ ഒരുപാട് വാസസ്ഥലമുണ്ട് ദൈവമക്കളെ. അവിടെ ഗബ്രിയേലിന്റെ വാസസ്ഥലമുണ്ട്, മീഖായേലിന്റെ വാസസ്ഥലമുണ്ട്, സാറാഫുകളുടെ വാസസ്ഥലമുണ്ട്, കെരൂബിന്റെ വാസസ്ഥലമുണ്ട്, സ്വർഗത്തിലെ സൈന്യങ്ങളുടെ വാസസ്ഥലമുണ്ട്. അങ്ങനെ 1000 വാസസ്ഥലമുണ്ട്. എങ്കിലും പരിശുദ്ധ ജനത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയ്ക്കായി യേശു ഒരു വാസസ്ഥലം ഒരുക്കുന്നുണ്ട്. അത് തീർന്നാലുടനെ എന്റെ യേശു മടങ്ങി വരും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇനി അടുത്ത വിഷയം, ലോകത്തിന്റെ ആരംഭം തുടങ്ങി വിശുദ്ധ പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനം നിവർത്തിയായാലേ യേശു വരത്തുള്ളൂ. ലോകാരംഭം തുടങ്ങി. അപ്പോസ്തല പ്രവൃത്തി 3:21 വായിച്ചാട്ട്. ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. അപ്പോൾ ദൈവമക്കളെ, യേശുവിന്റെ വരവ് എപ്പോൾ എന്ന ചോദ്യത്തിന് നിത്യതയിലെ നിവാസം പണിയപ്പെടണം, സ്വർഗീയ പിതാവ് അനുവദിക്കണം. ലോകാരംഭം തുടങ്ങി ആദാം തുടങ്ങി താഴേക്കുള്ള പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനങ്ങളെല്ലാം നിറവേറുമ്പോൾ മശിഹാ സ്വർഗം വിട്ടു ഭൂമിയിലേക്ക് വരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മുൻകാല പ്രവചനങ്ങളൊക്കെ നിറവേറിയെങ്കിൽ അധികം മുമ്പ് ശേഷമുള്ള പ്രവചനം നിറവേറും. അതിന്റെ നാഴികയിലേക്ക് നാം എത്തി. രണ്ടാമത് സഭയെക്കുറിച്ചുള്ള പ്രവചന ഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ ഈ സഭയെക്കുറിച്ച് പുരാതന കാലം തുടങ്ങി തന്നെ പ്രവാചകന്മാർ അറിഞ്ഞിരുന്നു. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനെ ഭൂമിയിൽ പകരുമ്പോൾ ഏറിയ വർഷങ്ങൾക്ക് മുൻപുള്ള ആ ഭക്തനായ യോവേലിന്റെ പ്രവചന വാക്കാണ്. വായിപ്പാൻ വിശദമായി ചിന്തിപ്പാൻ സമയം പോരാ. പെന്തക്കോസ്ത് നാളിൽ സ്ലീഹന്മാരുടെ അടുക്കൽ ഓടിക്കൂടിയവരോട് ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒരു വാക്ക് പറഞ്ഞു, യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. യോവേൽ പ്രവാചകൻ പ്രവചിച്ചിരുന്നു, പരിശുദ്ധാത്മാവിനെ സകല ജഡത്തിന്മേലും നൽകും. പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ച പ്രവചനത്തിന്റെ നിവൃത്തി കൃപായുഗത്തിന്റെ അന്തിമ നിമിഷം വരെയും തുടർന്നുകൊണ്ടിരിക്കും. വിശ്വസിച്ച് സ്നാനമേറ്റ് ദൈവത്തോട് യാചിക്കുന്ന ഏവനും പരിശുദ്ധാത്മാവെന്ന ദാനത്തെ കൊടുക്കുമെന്ന് യോവേലിന്റെ പ്രവചന നിവൃത്തിയാണ്. അതിലുപരി ആഗോളവ്യാപകമായി സുവിശേഷം പ്രസംഗിക്കപ്പെടുമെന്ന് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പ്രവചനം 66-ാം അധ്യായം 19-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ യെശയ്യാ പറയുകയാണ്, ഞാൻ ലോകാവസാനത്തിന് മുൻപ് അവരുടെ ഇടയിൽ രക്ഷിക്കപ്പെട്ട ചിലരെ എടുത്ത്. എന്ന് വായിക്കാമോ? അത് അത്യാവശ്യ കാര്യമാണ്. എന്ന് വായിച്ചാൽ. ഞാൻ അവരുടെ ഇടയിൽ ഒരു അടയാളം പ്രവർത്തിക്കും, അവരിൽ രക്ഷിക്കപ്പെട്ട ചിലരെ. ശ്രദ്ധിക്കുക, യെശയ്യാ പ്രവാചകന്റെ പ്രവചനമായി എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രിയിൽ കോഴഞ്ചേരിയിൽ ഈ പബ്ലിക് സ്റ്റേഡിയത്തിൽ ഞാനും നിങ്ങളും കൂടി വന്ന് ദൈവവചനത്തിന്റെ ആഴം കേൾക്കുമെന്നുള്ളത് അവിടെ പ്രവചിച്ചിരിക്കുന്ന. വായിച്ചാട്ട്. ഞാൻ അവർക്കിടയിൽ ചില അത്ഭുതം ചെയ്യും. അടുത്തത്, അവരിൽ രക്ഷിക്കപ്പെട്ട ചിലരെ എടുത്ത് തർശീസ് ബ്രിട്ടൻ, വില്ലാളികളായ പൂൽ, ലൂദ് എന്നിവരും തൂബാൽ, യാവാൻ എന്നിവരുമായ. ശ്രദ്ധിക്കുക, യെരൂശലേമിൽ വെച്ച് കർത്താവായ യേശുവിനെ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ഒരു സമൂഹത്തെ ഭൂമിയുടെ നാനാദിക്കുകളിൽ അയച്ച് ദൈവരാജ്യത്തിന്റെ മർമ്മം പ്രസംഗിച്ച് അവരെ ആലയത്തിന്റെ വിശുദ്ധ ഉപകരണമാക്കി മാറ്റുവാൻ ദൈവം പദ്ധതി ഒരുക്കുന്നെന്ന് മശിഹാ ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് പറഞ്ഞു.
അതിനുശേഷമാണ് യേശു ശിഷ്യന്മാരെ പ്രസംഗിപ്പാൻ, സുവിശേഷം അറിയിപ്പാൻ അയക്കുന്നത്. അപ്പോൾ ദൈവമക്കളെ, മശിഹായുടെ ആ കാര്യങ്ങളെല്ലാം പ്രവചനത്തിൽപ്പെട്ടതാണ്. സഭയെക്കുറിച്ചുള്ള പ്രവചന വരികളുണ്ട്. കൃപയാലും കുഞ്ഞാടിന്റെ പരിശുദ്ധ നിണത്താലും സഭ ഇന്ന് ഭൂമിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടന്നു പോകാം. നമ്മുടെ പ്രവചനത്തിന്റെ രണ്ടാമത്തെ ഭാഗം ഇസ്രായേൽ എന്നുള്ള വിഷയമാണ്. ഇസ്രായേൽ എന്നുള്ള വിഷയത്തിന്റെ ആഴം കൂടെ നമുക്കൊരു ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തിച്ചു തീർക്കാം. ഞാൻ പറഞ്ഞല്ലോ, വിശുദ്ധ തിരുവെഴുത്തിലെ 66 പുസ്തകത്തിൽ ഉൾക്കൊണ്ട് നിൽക്കുന്ന 1000 പ്രവചനങ്ങളെ നാം 6 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചത്. അതിൽ ഒന്നാമത്തേത് കർത്താവായ യേശുവും തന്റെ പരിശുദ്ധ നിണത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയുമാണ്. ക്രിസ്തുവിൽ നിവർത്തിക്കപ്പെട്ട ഏതാണ്ട് 54 പ്രവചന വാക്കുകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ശേഷിപ്പായുള്ള ചില പ്രവചനങ്ങളുണ്ട്. അധികം വൈകും മുമ്പ് അത് നിവർത്തിക്കപ്പെടും. സഭയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ 3 ഭാഗമായി പറഞ്ഞു. ഒന്ന്, പൂർവ്വകാലങ്ങൾ തന്നെ ഈ സഭയെക്കുറിച്ചുള്ള ദർശനവും പ്രവചനവും പഴയ നിയമത്തിലുണ്ട്. 2, യോവേൽ പ്രവാചകന്റെ പ്രവചനം പോലെ അന്ത്യനാളുകളിൽ പരിശുദ്ധാത്മാവിനെ പകർന്നുകൊണ്ടിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പ്രവചനം പോലെ ലോകത്തെമ്പാടും സുവിശേഷം അറിയിപ്പാൻ ദൈവം മിഷണറിമാരെ അയച്ചുകൊണ്ടിരിക്കുന്നു. ആ ഭാഗം നമുക്ക് മടക്കാം. അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്ത പ്രവചന വിഷയം ഇസ്രായേൽ എന്നുള്ളതാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 1000ഓളം പ്രവചനം തിങ്ങി നിൽക്കുന്ന വിശുദ്ധ ബൈബിളിലെ പ്രവചനങ്ങളുടെ രണ്ടാമത്തെ വശം ഇസ്രായേലാണ്. ഇത് വളരെ ആഴമേറിയ വിഷയമാണ്. നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തിച്ചു പോകാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഇസ്രായേൽ എന്ന ആ വാക്ക് കേൾക്കുമ്പോൾ ഇന്ന് ലോകത്തിലെ എല്ലാവർക്കും സുപരിചിതമായൊരു വാക്കാ ദൈവമക്കൾ. ഈ വാക്കിന്റെ പശ്ചാത്തലം നാം പഠിച്ചാൽ ഏതാണ്ട് 4000-ലധികം വർഷം പഴക്കവും പാരമ്പര്യമുള്ള ഒരു ജാതിയാണ് ഈ ഇസ്രായേൽ എന്ന ജാതി. ഇതാദ്യം ഒരുവന്റെ പേരായിരുന്നു, പിന്നീട് ഒരു ജനസമൂഹത്തിന്റെ പേരായി. ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലത്തില് ഇതൊരു രാജ്യത്തിന്റെ പേരാണ്. കേരളത്തിന്റെ പകുതി മാത്രം വലുപ്പമുള്ള ഒരു ചെറിയ രാജ്യമാണ് ഇസ്രായേലെങ്കിലും ഈ ഇസ്രായേൽ ഇന്ന് ലോകത്തിന്റെ ഘടികാരമാണ്. സകല ലോകരാഷ്ട്രങ്ങളും ഇന്ന് ഇസ്രായേലിനെയാണ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്റെ ഓരോ നീക്കങ്ങളും ഭീതിയോടെയാണ് നോക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിന്റെ പകുതി മാത്രം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം തുടങ്ങി ആലപ്പുഴ വരെ ഉൾക്കൊള്ളുന്ന ജില്ലകളെ കേന്ദ്രീകരിച്ചാൽ അത്രമാത്രം വലുപ്പമേ ഈ ഇസ്രായേലിനുള്ളൂ. എന്നാൽ ഈ ഇന്ത്യയേക്കാൾ 5 മടങ്ങ് വലുപ്പമുള്ള വലിയ വലിയ ഭൂഖണ്ഡങ്ങളിലുള്ള മനുഷ്യർ പോലും വലിയ ഭയത്തോടാണ് ഈ രാജ്യത്തെ നോക്കുന്നത്. ലോകത്തിലെ അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതമായ വിഷയമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകത്തിലെ അത്ഭുതങ്ങളിൽ അത്ഭുതമായ ഒരു വിഷയമാണ് ഇസ്രായേൽ എന്ന വിഷയം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 27-ാം വാക്യത്തില് ഈ പേരിന്റെ പശ്ചാത്തലം കാണാം. നോഹയുടെ മകനായ ശേമിന്റെ വംശത്തിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ അപ്പനായ അബ്രഹാം. കൽദേരുടെ പട്ടണത്തിലല്ല, ഇന്നത്തെ ഇറാഖിൽ വിഗ്രഹങ്ങളെ സേവിച്ചിരിക്കെ ഒരു ദിവസം തേജോമയനായ ദൈവം പ്രത്യക്ഷനായി. അങ്ങനെ ജന്മദേശം വിട്ട് കനാൻ എന്ന ദേശത്തേക്ക് പോയി. വാർദ്ധക്യകാലത്തിൽ 100-ാമത്തെ വയസ്സിൽ ഒരു മോൻ ജനിച്ചു. പേര് ഇസഹാക്ക്. ഇസഹാക്ക് വയസ്സായ കാലത്ത് 2 കുഞ്ഞുങ്ങൾ ജനിച്ചു. പേര്, ഒരുത്തന്റെ പേര് യാക്കോബ്, മറ്റവന്റെ പേര് ഏശാവ്. ഏശാവ് നായാട്ടുവീരനായി, അവൻ പുറംജാതിയെ പോലെയായി. യാക്കോബ് എന്നൊരുത്തനുണ്ട്. യാക്കോബ് എന്നവന്റെ പേര് തന്നെ യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം ഉപായിയാണ്. വർഷം പലതു കഴിഞ്ഞ് ഒരു ദിവസം ജ്യേഷ്ഠനെ കബളിപ്പിച്ച് ജ്യേഷ്ഠവാസം മേടിച്ചു. ജീവനെ ഭയന്നവൻ ഓടി അമ്മാവന്റെ വീട്ടിൽ പോയി 20 വർഷം അമ്മാവന്റെ ആടുമാടുകളെ മേയിച്ചു. അവിടെയുള്ള 2 പെൺകുട്ടികളെ വിവാഹം കഴിച്ചു. വർഷങ്ങൾ പലത് കടന്നുപോയി. വാർദ്ധക്യം യാക്കോബിനെ പടർന്നു പിടിച്ചു. കുഞ്ഞുങ്ങൾ 12 മക്കളായി. കുഞ്ഞുങ്ങളൊക്കെ മുതിർന്നു. അവൻ വലിയ സമ്പന്നനായി. ഒരു ദിവസം അപ്പന്റെ വീട്ടിൽ മടങ്ങിപ്പോയി. യാത്രമധ്യേ ഭയമുണ്ടായി. യാബോക്ക് നദിയുടെ തീരത്ത് 20 വർഷം മുമ്പ് നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് ഏശാവ് വരുന്നൊരു വാർത്ത കേട്ടു. യാക്കോബിന്റെ ഉള്ളം വിറച്ചുപോയി. സമ്പത്തുകളിൽ ഒരു ഭാഗം അക്കരയും ഒരു ഭാഗം ഇക്കരയുമായി. വേദന ഭയങ്കരമായി. രാത്രി മുഴുവൻ കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഒരാൾ പോയി. അവിടെ ദൂതനാണെന്നൊന്നും അറിഞ്ഞില്ല. ദൂതനാണെന്ന് അറിഞ്ഞിരുന്നേ കാൽക്ക വീണ് കരയത്തേ ഉള്ളൂ. അക്കാലത്തൊക്കെ അധികം മനുഷ്യരെ ഒന്നും കാണാനില്ല. ഇപ്പൊ ഈ സന്ധ്യയ്ക്ക് നമ്മൾ ഈ കോഴഞ്ചേരി ടൗണിലോട്ട് ചെല്ലുമ്പോ ഒറ്റ മിനിറ്റിനുള്ളിൽ തന്നെ 1000 പേരെ എണ്ണിത്തീർക്കാം. പക്ഷെ അന്ന് അങ്ങനെയൊന്നും മനുഷ്യനില്ല. സന്ധ്യയ്ക്ക് ഇദ്ദേഹം പ്രാർത്ഥിക്കാൻ പോയതാ. പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോൾ ഒരാൾ പോകുന്നു.
അദ്ദേഹത്തിന്റെ മുഖഭാവവും ഗാംഭീര്യവും ഒക്കെ കണ്ടപ്പോൾ എന്നേക്കാൾ കൂടിയ ആളാണ്, ഇവൻ എന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ ഗുണം പിടിക്കുമെന്നുള്ളത് ഒരു മനസ്സിലായി. അതെ, അമ്മായിയപ്പനെ കളിപ്പിച്ചതുപോലെയും അപ്പനെ കളിപ്പിച്ചതുപോലെയും എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് മേടിക്കാനാ നോക്കിയത്. അപ്പനെ പണ്ട് കവളിപ്പിച്ച് ജ്യേഷ്ഠവാശം മേടിച്ചു, അപ്പനെ കവളിപ്പിച്ച് അനുഗ്രഹം മേടിച്ചു, ജ്യേഷ്ഠനെ കവളിപ്പിച്ച് ജ്യേഷ്ഠവാശം മേടിച്ചു, അമ്മായിയപ്പനെ വെട്ടിച്ച് അവിടെ നിന്ന് സമ്പത്തും മേടിച്ചു. ഈ പദ്ധതിയും കൊണ്ടാണ് ഈ ദൂതന്റെ അടുക്ക വന്നത്. ദൂതൻ എത്ര നോക്കിയിട്ടും വിടത്തില്ലേ, ദൂതനാണെന്ന് പറഞ്ഞില്ലേ, നീ എന്നെ അനുഗ്രഹിക്കണം. പ്രശ്നം രൂക്ഷമായി, ഇവൻ വിടുന്ന മട്ടില്ല. ദൂതൻ കയറി കാലിന്റെ തുടക്കി പിടിച്ചു. ഇപ്പൊ നേരെ ജോനെ നടക്കാനും വയ്യ. അവസാനം ചോദിച്ചു, എന്താടാ നിന്റെ പേര്, നിന്റെ പേരെന്താണ്? എന്റെ പേര് യാക്കോബ്. ഒറ്റ ക്ഷണത്തിൽ ഇന്ന് തുടങ്ങി നിന്റെ പേര് ഇസ്രായേൽ എന്നാകും. ഹല്ലേലൂയ. 4000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് യാക്കോബ് യാബോക്ക് നദിയുടെ തീരത്ത് വെച്ച് ദൈവത്താൽ നിയോഗിതനായ ദൂതന്റെ മക്കൾ ലഭിച്ച പേരാണ് ഈ അറബി രാഷ്ട്രങ്ങളുടെ നടുവിൽ കിടക്കുന്ന ഇസ്രായേൽ എന്ന ജാതിയുടെ പേര്. ഇത് മനുഷ്യനിട്ട പേരല്ല, ദൈവം തമ്പുരാനിട്ട പേരാണ്. അതുകൊണ്ടാണ് ആ പേര് മാറാതെ കിടക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷുകാർ വന്നപ്പോൾ അവന്റെ നാക്ക് വളയാതെ വന്നപ്പോൾ തിരുവനന്തപുരം എന്നുള്ളത് ട്രിവാൻഡ്രം എന്നാക്കി കളഞ്ഞു. കാര്യം അവന് തിരുവനന്തപുരം വളഞ്ഞു കിട്ടിയില്ല. കോഴിക്കോട് എന്നുള്ളത് അവൻ കാലിക്കട്ട് എന്നാക്കി. കൊല്ലം എന്നുള്ളതെന്ന് വളഞ്ഞു കിട്ടാതെ വന്നപ്പോൾ കൊയിലോണെന്നാക്കി. ഇംഗ്ലീഷുകാരൻ പോയപ്പോൾ മലയാളി പഴയതുപോലെ ആക്കി. ഈ വാളംപുളി എന്നൊക്കെ ഉള്ളതുപോലെ വളഞ്ഞു വരാൻ ഇംഗ്ലീഷുകാരനൊക്കത്തില്ല. എന്നാൽ ഇസ്രായേലിന്റെ പേര് മാറത്തില്ല. ഭൂമിയിൽ അവനിൽ ഒരുവൻ അവശേഷിച്ചാലും അവന്റെ രാജ്യത്തിന്റെ പേരാണ്. രഹസ്യം എന്തെന്നറിയാമോ? ഏറിയ വർഷങ്ങൾക്ക് മുൻപ് അവന്റെ അപ്പനായ യാക്കോബ് ദൈവത്തോട് ചോദിച്ചു മേടിച്ച പേരാണ് ഇസ്രായേൽ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറിയ രാജ്യമാണെങ്കിൽ ഇന്നൊരു അത്ഭുത വിഷയമാണ്. ലോകം ഞെട്ടിവിറയ്ക്കുകയാണ്. എല്ലാ മാനവും മഹത്വം അവന്റെ കയ്യിലാണ് ഇരിക്കുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഇസ്രായേലിന്റെ ചരിത്ര പശ്ചാത്തലം നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഇസ്രായേൽ എന്ന ജാതിയെ കുറിച്ച് പഠിച്ചാൽ ആദ്യം ഒരു അപ്പന്റെ പേരാ, പിന്നെ ഇത് 12 പിള്ളേർക്കുണ്ടായി. ഈ 12 പിള്ളേരും ആട്ടിടയന്മാരാ. ഇവന്മാർ ആടുമാടൊക്കെ തെറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുത്തന് സ്വപ്നം കണ്ടു. എന്നാ ഈ കണ്ട സ്വപ്നം കണ്ടവൻ പറയാതെ നടക്കണ്ടേ. അവനാണെങ്കിൽ ചേട്ടന്മാർ എല്ലാ കുഴപ്പടികളും കണ്ടുപിടിച്ച് രഹസ്യത്തിൽ അപ്പനോട് പറയും. ഇങ്ങനെ ചില പുള്ളികളുണ്ട് കൂട്ടത്തിൽ. യോസഫ് നല്ലവനാണെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുഴപ്പമുണ്ട്. ആള് നല്ലവനാ, മാന്യനാ. പക്ഷെ കൂട്ടത്തിൽ നടന്ന് ഈ രൂപേനും ശിമീനും ഒക്കെ പറയുന്നത് ദുഃഖത്തിൽ കേട്ടിട്ട് സന്ധ്യയ്ക്ക് അപ്പച്ചന് കൊടുത്തു. അപ്പച്ചോ, രൂപേൻ അവിടെ വേലിയാടി, മെത്തവൻ അവിടെ വേലി പൊറിച്ച്. ഇങ്ങനെ അപ്പൻ ഇതെല്ലാം കൂടെ വെച്ചോണ്ട് വൈകിട്ട് പണിയോട് പണി, ശിക്ഷയോട് ശിക്ഷ. അപ്പൊ നമ്മൾ വിതച്ചത് നമ്മൾ കൊയ്യും കേട്ടോ. ജോസഫ് നല്ലവനാണെങ്കിൽ ഇങ്ങനെയുള്ള സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പൊ അപ്പനും എന്ത് ചെയ്യുന്നറിയാമോ? ഈ രഹസ്യം ചോർത്താൻ ഇവനൊരു ഉടുപ്പ് മേടിച്ചു കൊടുത്തു. നമ്മുടെ ഒരു നൈറ്റി പോലെ ഒരു നിലയങ്കി. അക്കാലത്ത് രാജകുമാരന്മാരിടുന്ന കാൽപാദം വരെ മൂടും. മറ്റേ ചേട്ടന്മാരെല്ലാം ഇടയന്മാർ അത്യാവശ്യത്തിന് മാത്രം വസ്ത്രം ധരിക്കുക. ഇവനോ കാൽപാദം വരെ. ഇവനങ്ങ് അഹങ്കാരം അങ്ങ് കൂടിയിരിക്കരുത്. ചിലർ അന്നോ രണ്ടോ ദർശനം നേരെ ചൊവ്വനെയാണ്. ചിലർ പിന്നെ ചാക്ക് കണക്കിന് ദർശനം കൊണ്ടുവരും. നമ്മൾ കുഴഞ്ഞു പോകും. ഏതായാലും ഇദ്ദേഹത്തിന്റെ ദർശനമൊക്കെ കൊള്ളാം ദൈവമക്കളെ. ഇദ്ദേഹം ദർശനം കണ്ടു. ദർശനം അപ്പനോട് പറഞ്ഞു. സഹോദരങ്ങൾ അറിഞ്ഞു. പ്രശ്നം രൂക്ഷമായി. ചേട്ടന്മാരെല്ലാം കൂടെ ഒത്തുകൂടി ഇവന്റെ ദർശനം എന്താവുമെന്ന് അറിയാൻ ഇവനെ കെട്ടി പായ്ക്ക് ചെയ്ത് 20 വെള്ളിക്കാശിന് അങ്ങ് വിറ്റു. ഇവന് അന്യദേശത്തെ ഈജിപ്തിലേക്ക് അങ്ങ് പോയി. കനാനിലെ ആട്ടിടയന്റെ കുടിലിൽ ജനിച്ചവൻ 20 വെള്ളിക്കാശിന് വിൽക്കപ്പെട്ടവനായി അവൻ ഇത് അന്യദേശത്തേക്ക് പോയി. ദുഃഖങ്ങളും ദുരിതങ്ങളും വേട്ടയാടി. നമ്മൾ വിതച്ച് നമ്മൾ കൊയ്യും. രൂപേൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മൂത്ത ചേട്ടനുണ്ട്. അവൻ എന്തൊക്കെയോ കുഴപ്പടി കാണിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യം. എന്നാൽ ഇതെല്ലാം അപ്പനോട് വന്ന് പറഞ്ഞ് അപ്പൻ ചാകാന്നേരം ഇതൊക്കെ പറഞ്ഞേച്ചു പോയി. അപ്പൊ ഇല്ലാത്ത കുഴപ്പടി പറഞ്ഞേച്ചു പോയതുകൊണ്ട് ജോസഫ് മിസ്രൈമിൽ ചെന്നപ്പോ മനസ്സറിയാത്ത കാര്യത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നു. അപ്പൊ നമ്മൾ ഓർത്തോണേ, ഈ വിതയ്ക്കുന്നതേ കൊയ്യത്തുള്ളൂ. കൊടുത്താ കൊല്ലത്തല്ലെങ്കിൽ കുണ്ട്രയിലാണേലും കിട്ടും. കാര്യം ഒരു സ്റ്റോപ്പിനപ്പുറമാണ് കുണ്ട്ര, പേടിക്കണ്ട. കൊടുത്താൽ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ അത് കിട്ടും. ജോസഫ് അവിടെ പോയി രൂപേന്റെ കാര്യങ്ങൾ പറഞ്ഞൊപ്പിച്ച് അപ്പനെ കൊണ്ട് പണി കൊടുപ്പിച്ചാൽ ഇവിടെ ജോസഫ് നീ അറിയാത്ത കാര്യം പറഞ്ഞ് ഫറവോന്റെ അവിടെ ഷണ്ണന്റെ ഭാര്യ, അല്ല അതിനെ ആക്കി വെച്ചിരിക്കുന്ന ആ പൊത്തിഫേറിന്റെ ഭാര്യ നിന്നെ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? അകത്ത് പിടിച്ചിട്ട് എത്ര വർഷം ജയിലിൽ കിടന്നറിയാം. അവസാനം ആ ദൈവം ഓർത്തപ്പം നമ്മളെ വിശുദ്ധിയാണേലും നീതിയാണേലും കരുണയാണേലും വിതയ്ക്കുന്നത് കൊയ്യും. ഏതായാലും സഹോദരന്മാർ അവനെ വിറ്റുപോയി. വർഷങ്ങൾ പലതു കഴിഞ്ഞു. കനാനിൽ ക്ഷാമം രൂക്ഷമായി. സഹോദരങ്ങൾ ആഹാരം തേടി കനാനിൽ ചെന്നു. ജോസഫാണെന്ന് തിരിച്ചറിഞ്ഞു. ജോസഫ് അവർക്ക് സമൃദ്ധി കൊടുത്തു. ഈജിപ്തിന്റെ മനോഹര ദേശം അവർക്ക് ലഭിച്ചു. വർഷങ്ങൾ പലതു കഴിഞ്ഞു. ജനം അങ്ങ് പെരുകി. ദൈവമക്കളെ, ജനം അങ്ങോട്ട് പെരുകി.
കേവലം 70 പുരുഷന്മാർ അവിടെ ചെന്നു. 430ഓളം വർഷം കഴിയും മുമ്പ് 22 ലക്ഷം ജനമായി എന്ന് പറഞ്ഞാൽ ഇവന്മാരുടെ വർധനം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവന്മാരങ്ങോട്ട് വർദ്ധിച്ചു പെരുകി. ഫറവോനാകെ പേടിച്ചു. എടാ, ഒരു ഈജിപ്തുകാരന് 3 ഇസ്രായേൽ വേദം തിരിഞ്ഞു നിൽക്കുകയാണ്. ഇവന് വേണ്ടത്ര വെളിവൊന്നുമില്ല, പണ്ടേ പന്നിക്ക് ബോധമില്ല, പിന്നെ പിശാചൂടെ കയറിയാൽ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന ഒരു മനോഭാവമാണ്. ഇവന്മാർ ആട്ടിടയന്മാരാണ്. പണ്ടൊരു പെങ്ങടെ കാര്യം പറഞ്ഞ് ഒരു ഗ്രാമത്തിലുള്ള മൊത്തവന്മാരെ കൊന്നവന്മാരാണ്. ഇതൊക്കെ ഇവർക്കറിയാം. ഫറവോനങ്ങ് പേടിയായി. ഫറവോനങ്ങ് പീഡനം ആരംഭിച്ചു. ഓരോ പ്രയോഗം അങ്ങോട്ട് നോക്കി. വംശവർദ്ധനം ഉണ്ടാകാതിരിക്കാൻ നോക്കി, നടക്കത്തില്ല, വംശം വർദ്ധിക്കും. ആൺകുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ എറിഞ്ഞു കൊല്ലാൻ നോക്കി, സംഭവം നടക്കുന്നില്ല. കാലങ്ങൾ പലത് കടന്നുപോയി. ഇത് യാക്കോബിന്റെ കുഞ്ഞുങ്ങളാണ്, അബ്രഹാമിന്റെ കൊച്ചുമക്കളാണ്, ആ ഇസ്ഹാക്കിന്റെ വംശമാണ്. ദൈവത്തിന് തന്റെ നീതി വിടാൻ ഒക്കുമോ? അക്കാലത്ത് ദൈവം മോശയെ എഴുന്നേൽപ്പിച്ച് ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു. അന്നാണ് നമ്മൾ ഇവനെ ഒരു ജാതിയായി കാണും. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആഴമേറിയ ചെങ്കടൽ കടന്ന് വിതയും കൊയ്ത്തുമില്ലാത്ത മരുഭൂമിയിൽ യാത്ര ചെയ്ത കനാൻ എന്ന മനോഹര ദേശത്ത് വന്നു. 40ഓളം വർഷം കനാനിൽ മരുഭൂമിയിൽ യാത്ര ചെയ്ത് കനാനിൽ വന്നു. കനാനിലുള്ള ആരംഭ നാളുകൾ നല്ല കൊട്ടും പാട്ടും ഉണർവൊക്കെയായിരുന്നു. യോശുവയും കാലേബും ഒക്കെ ചത്തപ്പയുമാര് പഴയ പരിപാടി അങ്ങോട്ട് തുടങ്ങി. പിന്നെ ദൈവം ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു. ഭരണം നടത്തുന്നത് ന്യായാധിപന്മാരാണ്. യോശുവ ദേശമൊക്കെ വിഭജിച്ചു കൊടുത്തു. അദ്ദേഹം മരിച്ചു. പിന്നെ ന്യായാധിപന്മാർ ഭരണം നടത്തി. ശമൂവേലിന്റെ കാലം വന്നു. ശമൂവേൽ നല്ല മനുഷ്യനാ. കുഞ്ഞുങ്ങളെന്ന് പറയുന്നവൻ അവർ മഹാമോശക്കാരാണ്. അവർ ദ്രവ്യാഗ്രഹികളും പണം വാങ്ങി വിധിക്കുന്നവരുമാണ്. അവസാനം ഇസ്രായേൽ ആവശ്യപ്പെട്ടു, ഞങ്ങൾക്കൊരു രാജാവിന് വേണം. സ്വർഗം അത് അംഗീകരിച്ചു. ശൗൽ എന്നൊരുവനെ പിടിച്ച് ഇസ്രായേലിന് രാജാവാക്കി. അദ്ദേഹം ഒരു 40 വർഷം രാജ്യം വാണു. ഒടുവിൽ പ്രാകൃതനായവൻ ഗിൽബോവ പർവ്വതത്തിൽ സ്വന്തം ആയുധത്തിൽ വീണു മരിച്ചു. അവൻ മരിച്ച ശേഷം അനന്തര യഹൂദനായ ദാവീദിനെ രാജാവാക്കി. അദ്ദേഹം 40 വർഷം മരിച്ചു. ഭരണനാൾ അടുത്തപ്പോൾ തന്റെ മകനായ മഹാനായ സോളമനെ രാജാവാക്കിയിട്ട് അദ്ദേഹവും മരിച്ചു. ഇങ്ങനെ 3 രാജാക്കന്മാർ 120 വർഷം ഇസ്രായേൽ എന്ന രാജ്യം ഭരിച്ചു. യഹൂദ തുടങ്ങി ബേർശേവ വരെയുള്ള 430 മൈൽ ചുറ്റളവിലായിരുന്നു അന്നത്തെ ഇസ്രായേൽ. ഈ 3 രാജാക്കന്മാരുടെ ശേഷം രാജ്യത്തിലൊരു വിഭജനം ഉണ്ടായി. ശലോമോന്റെ മകൻ ഒരു വംശവും ആ ശലോമോന്റെ ദാസൻ മറ്റൊരു ഭാഗമായി തിരിച്ചു. ഇത് യഹൂദ ഇസ്രായേൽ എന്ന രാജ്യമായി മാറി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രഗത്ഭരായ രാജാക്കന്മാർ എഴുന്നേറ്റ് വന്നു. യഹൂദയിൽ 21 രാജാക്കന്മാർ, ദാവീദിന്റെ കുഞ്ഞുങ്ങൾ ക്രമമായി വന്നു. ഇസ്രായേലിൽ യഹൂദയിൽ 19 രാജാക്കന്മാർ, അവരിങ്ങനെ ക്രമമായി ദാവീദിന്റെ വംശത്തിൽ വന്നു. ഇസ്രായേലിൽ 9 രാജവംശത്തിൽ നിന്ന് 21ഓളം രാജാക്കന്മാർ ക്രമമായി ഭരിച്ചു. ഏറിയ വർഷങ്ങൾക്ക് ശേഷം ആ യഹൂദ രാജാവായ യഹോയാക്കീമിന്റെ കാലത്ത് ഈ സിംഹാസനം കയ്യിൽ നിന്ന് പോയി. BC 6-ാം ശതകത്തോടനുബന്ധിച്ച് ബാബിലോണിയ രാജാവായ ആ നെബൂഖദ്നേസർ ഇതിനെ ആക്രമിച്ചു. അതിന് 100 വർഷങ്ങൾക്കപ്പുറം ആശൂർ രാജ്യത്തിലെ രാജാവ് ഇസ്രായേലിനെ ആക്രമിച്ചു. ഇസ്രായേൽ ജനത്തെ ആശൂരിലേക്ക് കൊണ്ടുപോയി. ഏറിയ വർഷം കഴിഞ്ഞപ്പോൾ ബാബിലോണിയ രാജാവായ നെബൂഖദ്നേസർ യഹൂദ വംശത്തെ ബാബിലോണിലേക്കും കൊണ്ടുപോയി. അന്ന് അവരുടെ രാജ്യം അവർക്ക് നഷ്ടപ്പെട്ടു. രാജ്യം നഷ്ടപ്പെട്ടവനായ യഹൂദ ഇസ്രായേൽ വർഷങ്ങളോളം കിടന്നു. ഏറിയ വർഷം ഇവരുടെ ദേശം വിദേശികളുടെ കയ്യിലായി പോയി. ഏതാണ്ട് 70 ദീർഘവർഷം ആശൂർ ഇത് ഭരിച്ചു. അതിനുശേഷം 70ഓളം വർഷം ഇന്നത്തെ ഇറാഖുകാർ, ബാബിലോണിയർ അവിടെ ഭരിച്ചു. രണ്ടാമത് 280ഓളം വർഷം ഇന്നത്തെ ഇറാൻ അല്ലെങ്കിൽ പാർസികൾ അതിൽ ഭരിച്ചു. അതിനുശേഷം ഏതാണ്ട് 180ഓളം വർഷം ഗ്രീക്കുകാർ ആ രാജ്യത്ത് കോളനി വാഴ്ച നടത്തി. അതിനുശേഷം 300ഓളം വർഷം റോമാക്കാർ അവിടെ ഭരിച്ചു. അതിനുശേഷം ഈ ദേശം അറബികളുടെ കയ്യിലായി പോയി. കാലങ്ങൾക്ക് ശേഷം ഈ ദേശം തുർക്കികളുടെ കയ്യിൽ അകപ്പെട്ടുപോയി. പിന്നെ ഈ രാജ്യം ഭൂതലത്തിൽ നിന്ന് തന്നെ ആ പേർ എന്നേക്കുമായി മാഞ്ഞുപോയി. ഇസ്രായേൽ സമ്പന്നമായ രാജ്യമാണ്. ലോകത്തിൽ ഏറ്റവും പ്രശസ്തമായിരുന്നു. ദാവീദും ശലോമോനും ആയതുപോലെ ശൗലും ഒക്കെ ഭരിച്ച ഈ സമ്പൽ സമൃദ്ധമായ രാജ്യം അവർക്ക് നഷ്ടപ്പെട്ടു പോയി. വയോധ്യനായ മോശ തന്റെ അന്ത്യനാളുകളിൽ എത്തുമ്പോൾ ഇസ്രായേലിനോട് പറഞ്ഞു, ഇസ്രായേലേ, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന
വാക്കുകളെ നീ ശ്രദ്ധയോടെ കേട്ടനുസരിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെടും. അല്ലാത്ത പക്ഷം നീ ഭൂമിയിലെമ്പാടും ചെതറിപ്പോകും. ആവർത്തന പുസ്തകം 28 വരുമ്പോൾ മോശയുടെ വാക്ക് നമുക്കവിടെ കാണാം. ഏതാണ്ട് സംഭവത്തിന് 1500 വർഷം അല്ലെ ഇന്നേക്ക് 3500 വർഷം മുമ്പ് മോശ പറഞ്ഞതാണ്, ഇസ്രായേൽ എന്ന ജാതി അവന്റെ രാജ്യം വിട്ട് ഭൂമിയിലെമ്പാടും ഉഴഞ്ഞു നടക്കും. 28 64 വാക്യം വായിച്ച യഹോവ നിന്നെ ഭൂമിയുടെ ഒരറ്റം മുതൽ യഹോവ നിന്നെ ഭൂമിയുടെ ഒരറ്റം തുടങ്ങി മറ്റേ അറ്റം വരെ സർവ്വജാതികളെയും മറ്റേ അറ്റം വരെ സർവ്വജാതിയുടെ ഇടയിൽ എറിയുമെന്ന് മോശ പറഞ്ഞതാണ്. ഇന്നേക്ക് 3500 വർഷം മുമ്പ് ഭക്തനായ മോശ പറഞ്ഞു, ഇസ്രായേലേ, നീ ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിക്കാതെ പോയാൽ ഒരറ്റം തുടങ്ങി ഭൂമിയുടെ മറ്റേ അറ്റം വരെ സകല ജാതിക്കിടയിൽ ഞാൻ നിന്നെ ചെതറിക്കും. സംഭവം 1500ഓളം വർഷം കഴിഞ്ഞപ്പോൾ നിറവേറി. നമ്മുടെ മെസ്സിയായുടെ ക്രൂശ് മരണത്തിൽ യഹൂദന്മാർ അലറി, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതിയുടെ മേലും വന്നോട്ടെ. ശാപത്തിന്റെ വാക്കുകൾ ഏറ്റുവാങ്ങി മെസ്സിയായുടെ രക്തം ന്യായവിധി എന്നവണ്ണം അവരുടെ നേരെ ഒഴുകി. അവരുടെ പ്രതീക്ഷകളും പദ്ധതികളെല്ലാം പാളിപ്പോയി. ദൈവമക്കളെ, രാജ്യം നഷ്ടപ്പെട്ടെങ്കിലും പിന്നെ അവർക്ക് ഈ ചെറിയ ഗ്രാമം പഞ്ചായത്തി ഭരണമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അതെല്ലാം അങ്ങ് പോയി. AD 60 ഒരു ഭയങ്കര വർഗീയ കലാപം ഇസ്രായേലിൽ ഉണ്ടായി. അത് ഗ്രീക്കുകാരും ഈ യഹൂദന്മാരും തമ്മിലുള്ള തർക്കമാണ്. ഈ യഹൂദന്മാരുടെ ദേവാലയത്തിലേക്ക് പോകുന്ന ഒരു വഴിയെ ചൊല്ലി ഗ്രീക്കുകാരുമായിട്ട് ഉഗ്ര തർക്കമുണ്ടായി. ഈ തർക്ക സാഹചര്യത്തില് അന്നത്തെ റോമൻ കൈസർ ഈ ഗ്രീക്കുകാർക്ക് അനുകൂലമായി നിന്നു. അത് യഹൂദന്മാരെ ആകെ ചൊടിപ്പിച്ചു. അവർക്ക് റോമൻ ഗവർണർക്കെതിരെ തിരിഞ്ഞു. ദൈവത്തിന് മഹത്വം. ആഭ്യന്തര കലഹം പൊട്ടിപ്പുറപ്പെട്ടു. എവിടെയെല്ലാം ഗ്രീക്കുകാരും യഹൂദന്മാരുണ്ടോ ഇവർ തമ്മിൽ അങ്ങ് കലാപം പടർന്നു. 2500-ലധികം യഹൂദന്മാർ അക്കാലത്ത് യെരുശലേമിന്റെ വീതിയിൽ മരിക്കേണ്ടി വന്നു. സംഭവം രൂക്ഷമായി. റോമൻ കൈസർ നീറോയാണ്. നീറോ ഉടനെ എന്ത് ചെയ്യുന്നറിയാമോ? തന്റെ വിശ്വസ്തനായ വൈസ്പേഷ്യൽ എന്ന സൈനാധിപനെ അയച്ചു. അദ്ദേഹം ഈ ഭീകരാന്തരീക്ഷം അടിച്ചൊതുക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് നീറോ ആത്മഹത്യ ചെയ്യുന്നത്. നീറോയുടെ ആത്മഹത്യ വിവരം അറിയുന്ന ഉടനെ തന്നെ ഈ കലഹസ്ഥലം വിട്ടിട്ട് ഇദ്ദേഹം റോമിലേക്ക് പോയി. പകരം തന്റെ മകനായ തീത്തോസിനെ അല്ലെങ്കിൽ ടൈറ്റസിന് ഈ കലാപം അടിച്ചൊതുക്കുവാൻ ഏൽപ്പിച്ചു. അദ്ദേഹം ഏറെക്കുറെ AD 60 വന്ന് യെരുശലേം നിരോധിച്ചു. പുറം രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം അവിടെ അവസാനിച്ചു. യഹൂദൻ കീഴടങ്ങുന്നില്ല എന്ന് കണ്ടു വീണ്ടും യുദ്ധം മൂർച്ഛിതാവസ്ഥയിലേക്ക് പോയി. AD 70 യഹൂദന്റെ ആലയത്തിൽ ഒരു വലിയ സമൂഹം യഹൂദന്മാർ ആശ്രയം തേടി ഓടിയെത്തി. ആവർത്തന പുസ്തകം 28 മോശ പ്രവചിച്ചു പറഞ്ഞ വാക്കുകൾ ഒന്നൊന്നായി നിറവേറി. രാജ്യത്ത് കഠിനക്ഷാമമുണ്ടായി. അവന്റെ രക്തം ഞങ്ങളുടെ മേൽ വരട്ടെ എന്നുള്ള യഹൂദ ജാതിയുടെ നിലവിളി പോലെ ന്യായവിധിയുടെ ശബ്ദം അവിടെ മുഴങ്ങിക്കേട്ടു. സ്വന്തം ഉദരത്തിൽ ജനിച്ച കുഞ്ഞുങ്ങളെ അമ്മമാർ ചുട്ടുതിന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ അസ്തമിച്ചാൽ മതിയെന്നവൻ ചിന്തിച്ചു. സൂര്യൻ അസ്തമിക്കുമ്പോൾ പ്രഭാതമായാൽ മതിയെന്നവൻ ചിന്തിച്ചു. കഠിനമായ രോഗവും ക്ഷാമവും പറന്നു പിടിച്ചു. 10 കൊല്ലം രാജ്യം നിരോധിക്കപ്പെട്ടു. AD 70 തീത്തോസ് കൽപ്പന കൊടുത്തു. ദേവാലയത്തിൽ അഭയം തേടിയ എല്ലാ യഹൂദന്മാരും ഇറങ്ങി വന്ന് റോമൻ കൈസർക്ക് കീഴടങ്ങണം. പക്ഷേ യഹൂദന്മാർ തയ്യാറായില്ല. അന്നത്തെ സൈനാധിപനായ തീത്തോസ് അല്ലെ ടൈറ്റസ് അദ്ദേഹം ഓർഡർ ഇട്ടു, ദേവാലയം തീ വെച്ച് ചുട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ ഹേരോദാവ് എന്ന രാജാവ് യെരുശലേമിൽ യഹൂദന്മാരെ പ്രീതിപ്പെടുത്തുവാൻ പണി കഴിപ്പിച്ചു കൊടുത്ത ആ ദേവാലയം AD 70 തീത്തോസ് എന്ന റോമൻ സൈനാധിപൻ തീ വെച്ച് ചുട്ടുകളഞ്ഞു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാലങ്ങൾ വീണ്ടും മുൻപോട്ട് പോയി. AD 130 ഇസ്രായേൽ എന്ന ജാതി ലോകത്തിൽ ഉണ്ടാകരുത് എന്നൊരു തീരുമാനമായി. AD 135 ആ റോമിലെ ഭരണകൂടം ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. നിയമം മറ്റൊന്നുമല്ല, ഇസ്രായേൽ എന്നൊരു രാഷ്ട്രം ലോകത്തിൽ ഉണ്ടാകാൻ പാടില്ല. AD 135 ഇസ്രായേലിനെ രാജ്യത്ത് നിന്ന് ചെതറിച്ചു കളഞ്ഞു. മഹാനായ ദാവീദും മഹാനായ സോളമനും മഹാനായ ശൗലും ഇസ്രായേലെ പ്രഗൽഭ രാജാക്കന്മാരും വാണിരുന്ന രാജ്യം എന്നേക്കുമായി ഭൂപടത്തിൽ നിന്ന് എന്നേക്കുമായി തുടച്ചു മാറ്റി.